അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ ദുനിയാവിൽ ഒരുപാട് സമ്പാദിക്കുന്ന ആളുകളാണ്. നമ്മൾ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ്. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അധ്വാനിച്ച് നേടുന്ന സംഗതികൾക്കാണ് നമ്മൾ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മക്കൾ നല്ലൊരു സമ്പാദ്യം ആവുക എന്നുള്ളത് സമ്പാദിക്കുന്നവരായ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വലതും സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുന്ന വളരെ തുച്ഛം വരുന്ന കാര്യങ്ങൾ പെട്ടതാണ് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന മക്കൾ എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ സ്വന്തം മക്കള് നമ്മൾ വടിയെടുത്തത് കൊണ്ടോ ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറിയത് കൊണ്ടോ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു? ഒരിക്കലുമില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, നാളെ ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അതാണ് ഈ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പെരുമാറിയിട്ട് നല്ല മക്കളെ സമ്പാദിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.